ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെയധികം ശക്തരായ ടീമാണ്. എന്നാലും ഞങ്ങളായിരിക്കും ഈ ഒരു മത്സരം വിജയിക്കുക. നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെയും ബംഗളൂരു FCയുടെയും മത്സരം നടക്കുന്നതിന് മുമ്പായി തന്നെ ബംഗളൂരു FCയുടെ പരിശീലകൻ ജെറാർഡ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ബംഗളൂരു FC ട്രോളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം ഈ വരുന്ന മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച രാത്രി 7:30 നടക്കുക. ഈ ഒരു മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബംഗളൂരു FC ആണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം എവേ മത്സരം കൂടിയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ബംഗളൂരു FCയുടെ പരിശീലകനായ ജെറാർഡ് ദ ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിന് മുമ്പേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ബംഗളൂരു FCയുടെ പരിശീലകനായ ജെറാർഡ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിന് മുന്നോടിയായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞങ്ങൾ ഈ ഒരു ലീഗിൽ ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ എല്ലാ മത്സരങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണ്. കൂടാതെ ഞങ്ങളുടെ അടുത്ത മത്സരത്തിലെ എതിരാളികളായ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെയധികം ശക്തർ തന്നെയാണ്. കൂടാതെ അതൊരു മികച്ച ക്ലബ്ബുമാണ്. പക്ഷേ എന്നാലും കൂടുതലായും ഞങ്ങൾക്കാണ് വിജയ സാധ്യതയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മത്സരം ഞങ്ങളുടെ ഹോമിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഞങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ പരാജയപ്പെടുത്താനും 3 പോയിന്റ് സ്വന്തമാക്കാനുമായി ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തെ കുറിച്ചും ബംഗളൂരു FCയുടെ പരിശീലകനായ ജെറാർഡ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പരിശീലകന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെ ശക്തരായ ക്ലബ്ബ് ആണെന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ട് 3 പോയിന്റ് സ്വന്തമാക്കും എന്നൊക്കെയാണ്. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC 29 പോയിന്റോട് കൂടി ISL ടേബിളിൽ 5-ാം സ്ഥാനത്താണ്. ബംഗളൂരു ആണെങ്കിൽ 18 പോയിന്റോട് കൂടി ടേബിളിൽ 9-ാം സ്ഥാനത്തുമാണുള്ളത്. ഏതായാലും ഈ ഒരു പരിശീലകൻ പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കഴിഞ്ഞ ദിവസം ബംഗളൂരു ട്രോളിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ബംഗളൂരുവിനെതിരെ സ്റ്റേഡിയത്തിൽ വെച്ച് അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഏറ്റുമുട്ടിയ മത്സരമാണ് ഇപ്പോഴും ഒരു ആരാധകരും മറക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. കഴിഞ്ഞ ISLലെ 9-ാം സീസണിലെ പ്ലേ ഓഫ് മത്സരത്തിൽ ഇരു ടീമുകളും തമ്മിൽ ബംഗളൂരുവിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ എക്സ്ട്രാ ടൈമിൽ ബംഗളൂരു നേടിയ ഗോൾ റഫറിയുടെ പേവാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനും താരങ്ങളും മത്സരം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ കളം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിലും ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും മറ്റൊരു ഇന്ത്യൻ സൂപ്പർ ലീഗ് പോരാട്ടത്തിൽ ഇരു ടീമുകളും തമ്മിൽ ബംഗളൂരുവിന്റെ ഹോം സ്റ്റേഡിയത്തിൽ തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഓർമ്മകൾ. ഏതായാലും ഇനി വരാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെയും ബംഗളൂരുവിന്റെയും മത്സരം വളരെയധികം വാശിയും വീറും നിറഞ്ഞ സൗത്ത് ഇന്ത്യൻ മത്സരം വളരെയധികം ആവേശത്തോടെ തന്നെയാണ് ആരാധകരെല്ലാവരും നോക്കിക്കാണുന്നത്. പക്ഷേ അതേസമയം മത്സരത്തിന് മുൻപായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സോഷ്യൽ മീഡിയയിലൂടെ ട്രോളിക്കൊണ്ട് ബംഗളൂരു FC മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ബംഗളൂരു FC താരങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെച്ചതിന് പിന്നാലെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ബംഗളൂരുവിനെതിരെ നിരവധി കമന്റുകളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബംഗളൂരു FCയോട് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.